ഞങ്ങൾ എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള അതേപോലെ വഹാബി വർഗത്തെ ആൾമാർക്കും നല്ല പിർസപ്പാടുള്ള ഇങ്ങത്തെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ സുഹുരി വേണൂർ ഉസ്താദിനെ എല്ലാവിധ ആദരവോടുകൂടി ക്ഷണിച്ചിട്ടുള്ളു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ വലിയ്യുകുമുല്ലാഹു വറസൂലുഹു والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون. صدق الله العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. يا خير من دفنت بالقاء عظمه فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. വലിയ ബഹുമാനവും ആദരവുമുള്ള ഇണ്ട് ഈ സ്റ്റേജില് എനിച്ചു നിൽക്കുക കാരണക്കാരനായ വന്യരായ ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് അവർകൾ ഞങ്ങളെ കൂടെ ആലിമീങ്ങളുള്ള സ്റ്റേജിലും സദസ്സിലും കൂടി ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളുള്ളാറ് ഉമറ പ്രവർത്തകരുള്ളാറ് നന്റെ ശബ്ദ ഓൺലൈനിൽ കേൾക്കുന്ന വലിയ പ്രവർത്തകരുള്ളാറ് സലഫി ആശയത്തിൽ നിന്നിട്ട് നന്റെ ശബ്ദ കേട്ടോണ്ടുള്ള പ്രവർത്തകരും കൂടിയുള്ളാറ് സഹോദരികൾ കൂടി ഓൺലൈനിൽ കേട്ടോണ്ടിക്കുവാറ് എല്ലാവർക്കും റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തുള്ള ദീർഘായുഷ്യ ആരോഗ്യം തന്നനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിനെ കീഴിലായിട്ട് ജീവിക്കുകയും മരിക്കുകയും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമുഖം കുറെ നീട്ടിയെങ്കിലോ സമയം കുറെ കളഞ്ഞിട്ട് പോകും. ഞങ്ങളെ ഉദ്ദേശമേ ഉണ്ട് എന്തിനുണ്ട് യൂട്യൂബിൽ വന്നെങ്കിലും അടില് വലിയ കമന്റ് ഇട്ട് കുറെ ആൾക്കാരുള്ള ഇപ്പോ ഉദ്ഘാടന പ്രസംഗത്തില് ഞങ്ങളെ ബഷീർ മദനി ഉസ്താദ് ഉദ്ഘാടനാക്കുന്ന സമയത്തിൽ ഒരാൾ കമന്റ് കാട്ടിത്ത് ഇപ്പുറത്തേക്ക് ജനിച്ച ആലിമീങ്ങള് ഇപ്പുറത്തുകൊല്ലേ മുഫസ്സിരീങ്ങള് മുഹദ്ദിസീങ്ങള് ഇമാമീങ്ങള് ചൊല്ലി കമന്റ് ആയിട്ടിക്കണോ ഓൺലൈനിൽ കണ്ടോണ്ടുള്ളത്. അതൊക്കെ വേണ്ടിയിട്ടുള്ള വേദി ഞങ്ങളെ ഫുർഖാനിസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്. ഏത് ഭാഗത്തിൽ നിന്നെങ്കിലോ നന്റെ ശബ്ദ കേക്കടെ മെയ്ക്കാല ഉള്ളാല പരിസരത്തിലുള്ള പ്രവർത്തകർ ഏത് പാർട്ടിയാണെങ്കിലും ഈ വേദിക്ക് നാണ് വിളിച്ചോണ്ടുള്ളത്. നിങ്ങളെ മുന്നല്ലോ ഏത് നിലക്ക് വീഡിയോയിൽ വരുമ്പോ 1.5 മിനിറ്റ് വീഡിയോയിൽ വരുമ്പോ അതിരെ കീഴിൽ ഇങ്ങനെ കമന്റിങ് ധൈര്യമുണ്ട് സൂര്യകൾ ആണ് മക്കളെ പോലെ വിളിച്ചോണ്ടുള്ള കുറുസുങ്ങ വെച്ചിട്ട് റെഡി ആവടോ. നിങ്ങളെ ചോദ്യം എന്താണെങ്കിലും 100 കണക്കിന് കിതാബിടെ വെച്ചിട്ടോ ഞങ്ങളെ ആലിമീങ്ങളോ ഇമാമീങ്ങളോ
മുഹദ്ദിസീങ്ങള് മുഫക്കിഹീങ്ങള് അതുപോലെ മുഫസ്സിരീങ്ങള് കാട്ടിവെച്ച വെളിച്ചേന്ദ്രേ നാഗിണ്ട് പഠിക്കുക അതുക്ക് മുന്നലോ നിങ്ങ വന്നിട്ട് എത്ര വർഷത്തുണ്ടൊന്ന് പഠിക്കുക പിന്നെ മെയ്ക്കാലത്തെ ഈ ചലവലിക്ക് വന്നിട്ട് എത്ര വർഷത്തുണ്ട് പഠിച്ചിട്ട് ഒരു അവകാശമുള്ള ഓരോ നിലക്കും എന്റെ ഇസ്ലാമില് നിങ്ങൾക്ക് അടിത്തറയില്ല ചൊന്നിട്ടോ ഗ്രൂപ്പായിട്ട് ഇക്കടെ പൊളിക്കുക പോണ്ടോ ഓരോ നിലക്കും നിങ്ങൾക്ക് അവകാശ ഈ മെയ്ക്കാലത്തെ മണ്ണിലുണ്ടല്ല ലോകത്തിൽ നിങ്ങളെ പാരമ്പര്യ തെളിയിക്കുകയോ സാധ്യയില്ല ചൊല്ലുന്ന ഒരു ചോദ്യവും ഉത്തരയും കൂടി ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ഇബ്നു അബ്ദുൽ വഹാബ് ചൊല്ലുടെ വലിയ ഒരാൾ ഇങ്ങ പൊക്കി ചൊല്ലുന്ന ആളായിട്ടിരിക്കുന്നു പക്ഷേ ഒന്നാം നമ്പർ ക്രൂരിയായിട്ടിരിക്കുന്ന അയാൾ ലോകത്തിൽ ഒരാള് പോലും ചെയ്യാത്ത പല കൃത്രിമങ്ങളാക്കി വന്ന ആള് ഇന്ത്യയിലെ നേതാവായിട്ട് സാധാരണ റായത്തുള്ള ആളുമാരല്ല ദുബൈക്ക് പോണ്ടാറ് സൗദിക്ക് പോണ്ടാറ് ബഹ്റൈനിക്ക് പോണ്ടാറ് പോമ്പത്ത് കുത്തുബിയത്തെ ആയിട്ടിക്കടെ കുത്തുബിയത്തിൽ ആക്കിയിട്ട് പോണ്ടോ വന്നിട്ടാകുമ്പത്തക്കോ നാണ് മദീനത്തേക്ക് പോയിട്ടിന്നെ അവിടെ ദർഗയില്ല അല്ലേ നാണ് കേട്ടോണ്ടുള്ളൂ ഈ ദർഗ ഇല്ല ചൊല്ലുക നിങ്ങളെ കൊണ്ട് സാബീത്താക്കുക സാധ്യമുണ്ടോ നിങ്ങളെ കൊണ്ട് സാബീത്താക്കുക സാധ്യമുണ്ടോ മക്കത്തിലും മദീനത്തിലും അൽഹസയിലും യമാമയിലും ഒമാനിലും ഇതുപോലത്തെ രാജ്യങ്ങളില് നിങ്ങൾ പൊളിച്ചു കൊടുക്കിയതല്ലേ ദർഗ നിങ്ങളെ കൊണ്ട് തെളിയിക്കുക സാധ്യമുണ്ടോ അതുപോലെ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നു വന്ന ആൾമാരല്ല നിങ്ങൾ അല്ലാണ്ട് ചൊല്ലുക സാധ്യമുണ്ടോ താരീഖ് നജിദ് എടുത്തു നോക്കിയെങ്കിലോ നിങ്ങളെ ഇമാമായിട്ട് രേഖപ്പെടുത്തരേ നജിദിയിൽപ്പെട്ട ആള് ആയിരക്കണക്കിന് ആളുമാരെ കൊന്നൊതുക്കിയ സംഭവം ചൊല്ലുള്ളേ ഉസ്താദ് ചൊല്ലല്ല എ പി ഉസ്താദ് ചൊല്ലല്ല ശംസുൽ ഉലമ ചൊന്നു വെച്ചിരല്ല കണ്ണിയത്ത് ഉസ്താദ് ചൊന്നു വെച്ചിരല്ല നൂറുകണക്കിലുള്ള വ്യത്യാസമുള്ള ഒരേ ഒരു നിലക്ക് നിങ്ങൾക്ക് സുബൂത്തില്ലാത്ത ആചാരങ്ങളെ വേണ്ടിട്ട് ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് എഴുതി വെച്ച കിതാബുകള് നന്റെ മുന്നിലുണ്ട് ചോദ്യത്തിന് അവസരമുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറവ് മറുപടി നാത്തണ്ട ഇൻഷാ അല്ലാഹ് ഇന്നാണ് ചൊന്നോണ്ടുള്ളോ ഈ ഞങ്ങളെ ഈ മൈക്കാല ഭാഗത്തില് വലിയ രീതിയിൽ പ്രതിക്രിയിക്കുന്ന ആളുമാറുള്ളാറ് ഏത് യന്ത്ര വിഷയമായിട്ടെങ്കിലോ അപ്പ കമന്റ് വാട്സപ്പിൽ നൂറുകണക്കിന് ഞങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുമ്പോ അവിടെയും കമന്റ് ധൈര്യം ഉണ്ടല്ലോ സൂരി നിക്ക് വാ ഞങ്ങളെ മൊയിലാക്കന്മാരെ മുന്നിൽ നിൽക്കണ്ട് ഞാനിതാ നൂറുകണക്കിന് ശക്തിയോടുകൂടി നിങ്ങളെ മുന്നിൽ ഓൺലൈനിൽ കൂടി വന്നിട്ടില്ലേ ഓഫ്ലൈനിൽ കൂടി വന്നിട്ട് നിന്നോണ്ടുള്ളേ നാണൊന്ന് കേക്കട്ടാ നന്റെ മക്കള് മെയ്ക്കാലത്തെ ബ്യാരി ഭാഷ നിങ്ങൾക്ക് അർത്ഥാവില്ലേ നന്റെ ഭാഷ നിങ്ങൾക്ക് തിരിയില്ലേ ഞങ്ങക്കിന് കേരളത്തെ ഒന്നാം നമ്പറിലെ ഇംഗ്ലീഷുകാരനോ മലയാളിക്കാരകത്തിയില്ലേ നക്ക് എതിരെയായിട്ട് കർണാടകത്തെ മണ്ണിൽ ആണായിട്ട് ഉമ്മപ്പെട്ട ഒരു കിടാവുണ്ടെങ്കിൽ നന്റെ എതിർന്ന് ഉത്തര ചൊല്ലുകോ ഈ സലഫിക്ക് സാധ്യമുണ്ടോ അണ്ട് നാണ് രണ്ട് വീഡിയോ ഇട്ട് ഇണ്ടും നാണ് വിളിച്ചോണ്ടുള്ളേ നിങ്ങളെ കൊണ്ട് സാധ്യമുണ്ടെങ്കിൽ നന്റെ ആയുഷമുള്ള കാലത്തോളോ ഈ സുഹുരിയുടെ റെഡി ആയിട്ടിക്കറ നാണ് കേക്കട്ടോ ദക്ഷിണ കർണാടകದ സലഫി ചലവലിയ ഇതിഹാസ ചൊന്നിട്ടോ നിങ്ങളെ പവിത്ര സന്ദേശ ചൊന്നിട്ട് അടിച്ചുവിട്ട ഒരു പേപ്പർ ഇല്ലേ ആ പേപ്പറില് നിങ്ങൾ ഈ ഇന്ത്യത്തുകല്ല കർണാടകത്തിക്ക് വന്നിട്ടായ വർഷത്ര നിങ്ങൾക്ക് ഗൊന്തുണ്ടാ നിങ്ങൾ ഗൊന്തില്ലെങ്കിൽ നാണെന്ന് ഓർമ്മപ്പെടുത്തരെ കൂടെ ചാലനായത് 1934 ಇದಕ್ಕೆ ಮುಂದೆ നിങ്ങൾ എവിടെ മറ കെട്ടിട്ടിരുന്നാറ് ಇದಕ್ಕೆ ಮುಂದೆ നിങ്ങൾ എവിടെ മറച്ചിട്ട് കിടന്നിട്ടിരുന്നാറ് എന്റെ ചോദ്യമായിട്ടിക്കട ഉള്ളാലത്തെ സയ്യിദ് മദനി തങ്ങളെ സിയാറാത്താക്കിട്ട് വന്നിട്ട് ഇസ്തിഹാസാക്കിട്ട് വന്നിട്ടായിട്ടിക്കട നൂറുകണക്കിന് കിതാബ് വെച്ചിട്ട് ഞങ്ങളുടെ ഉത്തര ചൊന്നോണ്ടുള്ളൂ ധൈര്യം ഉണ്ടെങ്കിൽ ബാ നിങ്ങൾക്ക് ഒരു വെള്ളി വിളിയായിട്ടിക്കട കട്ടാക്കിട്ട് കടത്ത് നിങ്ങളെ ബോബന്മാർ എല്ലാവർക്കും നണ്ട ഈ വീഡിയോ കടത്തോ ലൈവ് ഉണ്ട് ഇവിടെ ഫസലുണ്ട് സിൽസിലയുണ്ട് ഇത്ര എല്ലാരും മൊബൈൽ പിടിച്ചിട്ടുള്ളാറ് ധൈര്യം ഉണ്ടെങ്കിൽ ചൊല്ലോ നിങ്ങളെ പവിത്ര സന്ദേശത്തില് 1934 കർണാടകത്തെ മണ്ണിൽ ചാലനാക്കിയ ചൊന്നിട്ടോ നിങ്ങൾ എഴുതി വെച്ചതല്ലേ
ഇണ്ട് ഹിജറി എത്ര ഇണ്ട് ഹിജറി എത്ര ഇണ്ട് ഇസവി എത്ര 2026 ഇസവിയായിട്ട് ഇണ്ട് നിങ്ങൾക്ക് വർഷ എത്രള നണ്ട വയസ്സല്ല നിങ്ങൾക്ക് ആയിട്ടുള്ളൂ ഞാൻ 1985 ജനിച്ചു വന്ന ആള് ഇണ്ട് നക്ക് 40-41 വർഷമായിട്ടിക്കറോ നിങ്ങളെ ഇതിഹാസ മെയ്ക്കാലത്തെ മണ്ണിൽ കാട്ടിയോണ്ടുള്ളേ വെർലി എണ്ണയുടെ വർഷങ്ങളല്ലേ ഞാൻ കേക്കട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൈജ ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിനെ പഠിപ്പാട്ടി തന്നു എത്ര വർഷമായിട്ടിക്കറോ ഇണ്ട് നിങ്ങളെ പോലെ ചില്ലറ വർഷമൊന്നും അല്ലല്ലേ KNM ചൊന്നിട്ടോ അംഗ സംസ്ഥ ചൊന്നിട്ടോ 80 ವರ್ಷത്തെ ಹಿಂದೆ ಅಖಿಲ ಭಾರತ ಅಹ್ಲೆ ಹದೀಸ್ ಮತ್ತು ಅದರ ಸಮ್ಮೇಳನ ಅಂಗವಾಗಿರುವ ಕೇರಳ ನದ್ವತುಲ್ ಮುಜಾಹಿದೀನ್ ಒಂದು ಕೊಂಡಿಯಾಗಿ ಮಂಗಳೂರಲ್ಲಿ ಕಾರ್ಯಾಚರಿಸುತ್ತಿದ್ದ ಅಂಜುಮಾನ್ ಇಸ್ಲಾಮಿಯ ಅಹ್ಲುಲ್ ಹದೀಸ್ನ ನವೀಕೃತ ಸಂಘಟನೆಯಾಗಿ ರೂಪುಗೊಂಡ ಸೌತ್ ಕರ್ನಾಟಕ ಸಲಫಿ ಮೂವ್ಮೆಂಟ್ ನನ್ನ ಶಬ್ದ കേട്ടോണ്ടുള്ളാറല്ലേ സൗത്ത് കർണാടകത്തെ സലഫി മൂവ്മെന്റിലുള്ള ആളുമാര് 1988 മെയ്ക്കാലത്തേക്ക് നിങ്ങൾ വന്നോ 85 നാണ് വന്നിട്ടുള്ള മക്കളെ 88 നിങ്ങൾ വന്നോ നന്റെ വയസ്സ് പോലും നിങ്ങൾക്ക് ആയില്ലല്ലേ ഉത്തര ചൊല്ലറോ നാള് നന്റെ വയസ്സ് പോലും നിങ്ങൾക്ക് ആയില്ലേ ഇതിനൊക്കെ സൂചിപ്പിക്കവുള്ളേ ഏത് സ്വർഗത്തേക്ക് നിങ്ങൾ പോണ്ടോ ആറ് കാട്ടിയ സ്വർഗത്തേക്ക് നിങ്ങൾ പോണ്ടോ നിങ്ങൾക്ക് കുറെ ഇസ്ലാമിക വിഷയത്തിൽ ചർച്ചകളുണ്ട് ആയിരക്കണക്കിന് ആളുമാരെ കൊന്നിട്ട് വന്നാറ് ഉമ്മടെ മുലപ്പാൽ കുടിക്കുന്ന ഒരു കിടാവ് ആ കിടാവിടെ പോലും നെഞ്ഞിലെ വെച്ചിട്ട് അറുത്താറുണ്ട് നിങ്ങളെ ഇമാമ അതേ താരീഖുൽ നജ്ദിൽ ചൊല്ല അൽ ഫദിറു സ്വാദിഖില് അവിടെയും ഉദ്ധരിക്കടാഫുനന്തി ഇപ്പൊ നിങ്ങൾ ചൊല്ലാറ് എല്ലാരും ചൊല്ല് അതങ്ങളെ മൊയിലാക്കന്മാരെ ഇമാം നിങ്ങളെ മൊയിലാക്കന്മാരെ ഇമാം ഒന്നും അല്ല നിങ്ങളെ നജ്ദി ചൊന്നെങ്കിൽ കൊണ്ടുണ്ടാ നജ്ദി ചൊന്നെങ്കിൽ റിയാദ് അറബിൽ ചൊല്ലോ അവിടെ ഉദിച്ചു വന്നു ഒരു ഇമാമു ചൊന്നിട്ട് നിങ്ങൾ പ്രതിക്രിയിക്കടേ ഈ ചൊല്ല് താരീഖ് നജ്ദ് ചൊല്ലോ ഉൻവാനുൽ മജ്ദ് ഫീ താരീഖിൻ നജ്ദി ചൊല്ല് ഓ സലഫികളെ ഈ കിതാബ് നിങ്ങളതല്ല ചൊല്ലുക നിങ്ങൾ റെഡി ഉള്ളാറാ ഇതിൽ ആയിരക്കണക്കിന് 70,000 മുസ്ലിമീങ്ങളെ കൊന്നുറാറ് ചൊന്നിട്ടോ ചരിത്ര ചൊന്നോണ്ട് വന്നില്ലേ ഇസ്തിഗാസത്തിന് പിന്നെ വെറും മക്കളെ നിങ്ങൾ കൊന്ന ചളവള്ളി ഏതൊരു RSS കാണാനാക്കിറാണ് ഈ ലോകത്തില് ഇത്രയും കൊന്ന ആൾക്കാരുള്ളാറാ അണ്ട് ഗുജറാത്തിൽ കൊന്ന 2,000 ആൾക്കാരല്ലേ അതിനേക്കാളും നീചന്മാരായ എത്രയും ഈമാനില്ലാത്ത കുഫ്രിയത്തേക്ക് എത്തുപോയങ്ങ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് ചൊല്ലൊന്നുമില്ലേ നാണ് ചൊല്ലട്ട സൗദിയില് ഇത്രയും ഉദിച്ചിട്ട് വന്ന 1115 ഉദിച്ചിട്ട് വന്ന ഈ അബ്ദുൽ വഹാബിനെ ആചാരം കൊണ്ടുവന്നിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇസ്സത്ത് കെടുത്തുക വേണ്ടിട്ട് ഈമാനുക ഭംഗ വരുത്തുക വേണ്ടിട്ട് പച്ചയായിട്ട് മലയാള പത്രത്തിൽ എഴുതി വെച്ചാറ് അൽമനാറിൽ എഴുതി വെച്ചാറ് ആദം നബി തപ്പാക്കിറോ നൂഹ് നബി തപ്പാക്കിറോ മൂസ നബി തപ്പാക്കിറോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തപ്പാക്കിയ മനുഷ്യനായതുകൊണ്ട് ഡെയിലി 70 വട്ട അഥവാ 100 വട്ട ഇസ്തിഗ്ഫാർ ചൊല്ലുക അല്ലാഹു കൽപ്പിച്ച എതിർക്കുക നിങ്ങൾ റെഡി ഉള്ളാറാ നിങ്ങളെ ഒറിജിനൽ പേപ്പർ മലയാള പത്രം നന്റെ കയ്യിലുണ്ട് ഏതെങ്കിലും ഒരു സലഫി എതിർക്കുക റെഡി ഉണ്ടെങ്കിൽ മലയാള പേപ്പർ അടക്കം വന്നോളാ ഇതൊക്കെ മറുപടിയായിട്ട് നിങ്ങൾ വയ്ക്കാറെങ്കിൽ ആണ് മക്കളെ പോലെ നാ ചൊന്നോണ്ടുള്ളേ നിങ്ങളെ പേപ്പറിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒന്ന് മറുപടി വയ്ക്കുക റെഡി ഉള്ളാറാ കർണാടകത്തെ ആണ് മക്കളുണ്ടെങ്കിൽ നിങ്ങളെ പവിത്ര സന്ദേശത്തെ കുറിച്ചിട്ട് ഒരു ഉത്തരം വയ്ക്കുക നിങ്ങൾ റെഡി ഉള്ളാറാ ഞാൻ കേട്ടോണ്ടുള്ള അതായിട്ടിക്കറ പവിത്ര സന്ദേശത്തിൽ നിങ്ങൾ എഴുതിയാറ് ഒരു പെണ്ണിടെ തൊട്ടെങ്കില് ഉദവും മുറിയില്ല അതേ സമയത്തില് മറയിൽ ഔറത്ത് മുന്തുവാറവും പിന്തുവാറവും തൊട്ടെങ്കിൽ ഉദവും മുറിയില്ല നിങ്ങൾ എഴുതിട്ട് വെച്ചില്ലേ നിങ്ങളെ ഈ ചീഞ്ഞു നാറിയ ആശയ ചൊന്നെങ്കില് നന്റെ സമയത്തേക്ക് ഇത് ഉൾക്കൊള്ളൂല്ലേ ഇൻഷാ അല്ലാഹ് ഇനൊരു വേദിയിലും ഞാൻ ഇതിനെ യൂസ് ആക്കിയോണ്ട് പണ്ട് നിങ്ങൾ നോക്കറോ ഇസ്ലാമിക ചരിത്രത്തില് നെയ്ക്കാലത്തേക്ക് വന്നിട്ട് പ്രവാചകന്മാരെ നിന്ദനയാക്കിട്ടോ മൂസാ നബിയെ നിന്ദനയാക്കിട്ടോ നൂഹ് നബിയെ നിന്ദനയാക്കിട്ടോ എല്ലാ പ്രവാചകന്മാരും തപ്പാക്കിടാറ് അതുകൊണ്ടായിട്ടിക്കറ് അങ്ങ് ശക്തമായിട്ട് ഖുർആൻ താക്കീത്
കൊടുത്തിട്ടോ നിങ്ങളെ അൽമണാറിൽ നിങ്ങൾ എഴുതിട്ട് വെച്ചില്ലേ നിങ്ങളെ ചീഞ്ഞിനാറിയ ആശയത്തെല്ലാം നിങ്ങൾ എഴുതി വെച്ചത് അതുപോലെ നിങ്ങളെ പവിത്ര സന്ദേശ ചൊല്ലോ ഞങ്ങളെ മെയ്ക്കാലത്തെ ഭാഗത്ത് കന്നഡത്തിൽ നിങ്ങൾ എഴുതി വെച്ച ವಿಷಯಗಳಿಲ್ಲೇ ನಾನೊಂದು ಓದಿಕೆ ಪಟ್ರೆ ನೋಕರು ಪರದರಹಿತವಾಗಿ ಮುಂದಿನ ಅಥವಾ ಹಿಂದಿನ ಗುಹ್ಯಾಂಗವನ್ನು ಸ್ಪರ್ಶಿಸುವುದು അങ്ങനെ സ്പർശിച്ചാൽ ഉളു മുറിയില്ല മൂന്നാം ക്ലാസ്സിലെ ഫിക്കികൾ ഞങ്ങൾ നട്ടുകൊണ്ട് നാലാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ ഉളുമുറിയുടെ കാര്യം നാളായിട്ടിക്കറോ അതിന് മുന്തുവാരത്തെമാ പിന്തുവാരത്തെമാ തൊട്ടാൽ ഉളു മുറിയും കേട്ടാ നിങ്ങൾ പുതിയൊരു മസ കേട്ടാ ഇണ്ട് ഗൂഗിളില് കൂടി ഓൺലൈനില് കൂടി ബൊബ്ബയുടെ വാട്സപ്പ് മേഖലയില് ബൊബ്ബയുടെ എല്ലാ കുഞ്ഞാടുങ്ങൾക്കുമെന്നാണ് കേട്ടോണ്ടുള്ളത് നിങ്ങളെ പവിത്ര സന്ദേശത്തെ കുറിച്ചിട്ട് ഒരു മുഖാമുഖ വേണ്ട സംവാദ വയ്ക്കൊക്കെ നിങ്ങൾ റെഡിയുള്ളാറാ നാളെ റെഡിയുള്ള നിങ്ങൾ റെഡിയുള്ളാറാ എന്തേ കാരണം മുന്തുവാര തൊട്ടെങ്കിലും ഉളു മുറിയില്ല എങ്ങടാ പരദരഹിത കാലി കയ്യിലുണ്ട് ഈ കാലി കൈ കൊണ്ട് ഉളു എടുത്ത് വന്നിട്ട് മുന്തുവാര തൊട്ടെങ്കിൽ ഉളു മുറിയില്ല ചെന്നിട്ട് ജണ്ടായെടുത്തി ഒലിമ്പോ ഒക്ടോബർ തിങ്കളില് അടിച്ചു വെച്ച പവിത്ര സന്ദേശത്തിൽ നിങ്ങൾ എഴുതി വെച്ചാറ് ഇന്ന് നോക്കോ പാട്ട ഏലു ശബ്ദ കേക്കോ പാട്ട ഏലു എന്ത്ര വിഷയ നമാസിന് 14 അർക്കാണുകളിവേ എത്ര പോണ്ടോ കറക്റ്റ് ചൊന്നാറ് നിസ്കാരത്തിന് പോകുന്ന ഫർലുണ്ടോ കറക്റ്റ് ചെന്നാറ് ഓക്കെ അല്ലേ ഇന്ന് നോക്കോ ആ ഫർദില് ചൊല്ലിട്ട് നമാസിಗೆ 14 അർക്കാണുകളിവേ ಒಂದು ನಿಲ್ಲುವುದು ಕಿಯಾಮು ನಿಯತಿಲ್ಲೇ ಇಲ್ಲ ഏയ് ഇന്നമൽ അമാലു ബിന്നിയാത് ബുഖാരി തുടങ്ങിരമേ ഇമാം ബുഖാരി തങ്ങൾ ഈ ഒരു ഹദീസ് കൊണ്ട് ഇങ്ങ ചൊല്ലോ നിയത്ത് വേണ്ട പിന്നെന്താ ഇപ്പൊ പോണ് ഒന്ന് കുറഞ്ഞില്ലേ നിയത്ത് വേണ്ട ബാക്കിയെല്ലാം ഓക്കെ ഇപ്പൊ എന്തിനാ ഫർള് വന്നിട്ടുണ്ട് ഇങ്ങക്ക് രണ്ട് സുജൂദിന്റെ നടുല് എണിക്കണോ പിന്നെ കിടക്കണോ അയക്കല്ല സുജൂദ് ചൊല്ലോ രണ്ട് സുജൂദിന്റെ നടക്കല് ഏലൂതു അത് ഏഴ് എന്ത് അതൊരു ഫർള് അപ്പൊ നിയത്തില്ല ನಾನು ಕೇಕಡೆ ಮೈಕಾಲ ಪರಿಸರದಲ್ಲೂ ನನ್ನ ಶಬ್ದ ಕೇಕಡೆ ಆಣ ಮಕ್ಕಳು ಪೆಣ್ಣ ಮಕ್ಕಳು ನಿಂಗ ಎಲ್ಲಾರು ಮಾಡ್ತಾಕೋಣು ಎಂದ್ರ ವಿಷಯ ഈ ഇബാദത്ത് എടുത്തിട്ട് നിങ്ങൾ ഏത് സ്വർഗത്തിക്ക് പോണ്ടാറ് നിയത്തില്ലാത്ത ഇബാദത്ത് എടുത്തിട്ട് നിങ്ങൾ ഏത് സ്വർഗത്തിക്ക് പോണ്ടാറ് ഏത് സ്വർഗം നിങ്ങൾക്ക് പഠിച്ചവണോ റെഡിയാക്കി വെച്ചിരോ നീയത്തുകളില്ല ഇനി പുതിയൊരു അത്തഹിയാത്ത് നിങ്ങൾ നോക്കടാ അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു പുതിയത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ ഇതെപ്പോ കൊണ്ടുവന്ന നിങ്ങക്ക് ജണ്ടാ എടുത്തി ഒലിമ്പോ സെപ്റ്റംബറിൽ പവിത്ര സന്ദേശ എന്തിനെ പുതിയൊരു അത്തഹിയാത്തു അൽ മുബാറകാത്തു അങ്ങനത്തെ ഒന്നും വേണ്ട ലേറ്റസ്റ്റ് അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാ ഇനി നോക്ക് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ നന്റെ ശബ്ദ കേക്കടെ ഓ മുസ്ലിമേ മൊത്തത്തിൽ നാ കേട്ടോണ്ടല്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു കൊണ്ട് ചൊന്നെങ്കില മരിച്ചു പോയ നബി തങ്ങളെ വിളിക്കലല്ലേ ആ വഫാത്തായി പോയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് സലാം ചൊല്ലലല്ലേ നബി തങ്ങൾ മരിച്ചിറാ ഹയാത്തുണ്ടാ നബി തങ്ങളെ വഫാത്തായിട്ടില്ലേ ഇന്ത് സലഫികളും ചൊല്ലല്ലേ ഇനി നോക്ക് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിലെ വിശദീകരണത്തുണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു കൊണ്ട് ചൊല്ലുമ്പോ അഹ്ദിർ ഫീ ഖൽബിക അശ്ശഖ്ശഉൽ കരീമ നിന്റെ ഖൽബില് ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ ഹാദിറാക്കണോ ഹാദിറാക്കിട്ട് നീ ചൊല്ലണോ ആര് ചൊല്ലോ ഗസ്സാലി ഇമാം തങ്ങളോ ഈ ഗസ്സാലി ഇമാം എവിടെ വന്നിട്ടുണ്ട് നിങ്ങക്ക് നവാഖിദുൽ ഇസ്ലാം ചൊന്നിട്ടോ ഇങ്ങനെ പിന്നൊരാളുണ്ട് നവാഖിദുൽ ഇസ്ലാം ചൊന്നിട്ടോ ആ നവാഖിദുൽ ഇസ്ലാം ചൊല്ലുന്ന കിതാബ് എഴുതിട്ട് അയാൾ ചൊല്ലോ ഈ ഗസ്സാലി ഇമാം നരകത്തിലാണ് സുയൂത്തി ഇമാം നരകത്തിലാണ് അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങൾ നരകത്തിലാണ് എല്ലാരും നരകത്തിക്ക് ഇപ്പൊ സ്വർഗത്തുകാർ കൊണ്ടുണ്ട ഈ 4 കുഞ്ഞാടുങ്ങ എങ്ങനെയുണ്ട് ഈ 4 ചേലന്മാർക്ക് അത്ര വലിയ സ്വർഗം വേണല്ലേ
ಎಲ್ಲ ಇಮಾಮಿಂಗಳ ನರಗತ್ತುಗ ನನಗೆ ಕಟ್ಟ ಸುಯಿತಿ ಇಮಾಮಡೆ ಪೋಲೋತ ಗಜಾಲಿ ಇಮಾಮು ತಂಗಳ ಪೋಲೋತ ನಾಬಲ್ಸಿಯ ಪೋಲೋತ മഹത്തുക്കളായ ഈ ഇമാമിങ്ങളെ നിങ്ങൾ നരകത്തുക കടത്തിട്ടോ ഏത് സ്വർഗത്തുകളമ്മ നിങ്ങ പോണ്ടോ ആ ഇമാമിങ്ങളില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട ഗസാലി ഇമാമ് തങ്ങളില്ലാത്ത സ്വർഗം ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെ കുറിപ്പുകളല്ലേ ആയിരക്കണക്കിൽ കുറിപ്പുകള് ഞാൻ കേക്കട്ടാ ഇമാം നവവി തങ്ങള് ഷറൗൽ മുഅദ്ദബിൽ ചൊല്ലു മുഞ്ഞാണ്ട് ഒരാൾ വന്നു വാട്സാപ്പിൽ നിങ്ങൾ കേട്ടിക്കോ കുറെ ആൾമാരുള്ളാരല്ലേ നവ ഇമാം റളിയല്ലാഹു അൻഹു ചന്തൂല ദർഗ കെട്ടിപ്പൊക്കൊക്കെ തീറാണ്ട് എവിടെ ഉണ്ടല്ല ഷറൗൽ മുഅദ്ദബിലുണ്ട് ഒരു പറങ്കി ബെറ്റർ ഒരാളായിട്ട് കിട്ടില്ല ആട്ടുപൊട്ടു ഒന്നും എന്നും തിരിയില്ല പ്രേക്കേജും പോയിട്ടില്ല അങ്ങനത്തെ എണ്ണം പൊട്ട ഒന്നും തിരിയില്ലേ അപ്പൊ തെളിവ് കേൾക്കുമ്പോ ചൊല്ലിട്ടെന്തിനാ കൊണ്ടുണ്ടാ ನಾನು ಜಿಪಿಟ್ಲಿ ಕೇಟ್ಟೆ ಅಲ್ಲಂಗಿಲ್ಲ ಅಂದ್ರೆ ಜಮೀನ್ಲಿ ಕೇಟ್ಟೆ ಜಮೀನಿ ಜೊಂತು ಉಂಟು ಇನ್ನತ್ತ ಗೂಗಲ್ ಮೌಲವಿಂಗ್ ಐತಿಕ್ರ ಹಂಗಾಗ ഞങ്ങളെ പ്രവർത്തകർ ഉത്തര കൊടുത്തോണ്ടുള്ളാറുണ്ട് നവഇമാം റളിയല്ലാഹു അൻഹു ശറഉൽ മുഅദ്ദബിൽ രേഖപ്പെടുത്തില്ലേ ഇസ്തിഗാസയെ കുറിച്ചിട്ട് ഇസ്തിഗാസ ചെയ്യണോ ചൊന്നല്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തുക പോയിട്ട് അവിടെ തവസ്സുലാക്കണോ ഇസ്തിശ്ഫാ ആക്കണോ ചൊന്നിട്ടോ അതേ ശറഉൽ മുഅദ്ദബിൽ ഇല്ലേ പാടില്ലേ ഔതുബിൽ നിന്നിട്ട് പാടില്ലേ അപ്പോ യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അളമുഹു ഫതോബ മിൻ തീബിന്നൽ ഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബ്റിൻ എന്തോർ സമർത്ഥനല്ലേ സിൽ ഫിദാഉ ലിഖബ്റിൻ നബി തങ്ങ കണ്ടല്ല നബി തങ്ങ കിടന്ന ഖബർ കയറ്റിക്കടോ നന്റെ ശരീരം ഞാൻ അർപ്പിച്ചോണ്ടുള്ളേ ബാ ചോദ്യത്തുക വാ എന്തേ കാരണോ മാവർദി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തില്ലേ 400 ചില്ലറയിൽ ഹിജ്റ 400 ചില്ലറയിൽ ജീവിച്ചാലോ മാവർദി ഇമാം രേഖപ്പെടുത്തിട്ടോ ഇനി കമന്റ് അടിക്കണ്ട എന്തേ കാരണോ നിങ്ങളെ ഇബ്നു കസീർ അടക്കം അതിൽ തഫ്സീർ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ ഈ ആയത്ത് വിശദീകരിച്ചിട്ട് നിങ്ങളെ ഇബ്നു കസീർ അടക്കം ഈ ബൈത്ത് പാടില്ലേ എന്റെ ഉത്തരയില്ല ഇപ്പോ എന്റെ ഉത്തരയില്ല ഈ വിഷയം നബി തങ്ങളെ കാലത്തിലും നബി തങ്ങളെ മരിച്ചല് പിന്നെയോ ആയിരക്കണക്കിന് സംഭവങ്ങൾ നടന്നു ഇത് മുജറബായിട്ടായിട്ട് ചെന്നിട്ടോ നിങ്ങളെ ഉപ്പാപ്പ ഇബ്നു തൈമിയ ഇഖ്തിലാൽ എഴുതി വെച്ചില്ലേ എന്റെ മുണ്ടല്ലേ ഇപ്പോ ഇഖ്തിലാൽ എഴുതി വെച്ചത് എന്റെ മുണ്ടല്ലേ അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്നോ ഇസ്തിഗാസ ചൊല്ലത് ലോകത്തിൽ ആദ്യമായിട്ട് എതിർത്ത ഒരു വ്യക്തിയായിട്ട് ഇബ്നു തൈമിയ ചൊല്ലാല് ലോകത്തിൽ ആദ്യമായിട്ട് എതിർത്ത ഒരാള് ബഹുമാനപ്പെട്ട തഖീയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ശിഫാഉ സഖാബില് അതിനെ രേഖപ്പെടുത്തിക്കൊണ്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം തഖീയുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ചൊല്ലത് ഇസ്തിഗാസ ചൊല്ല ഈ വിഷയം അത് സുന്നത്തായിട്ട് ചെയ്യാം വയഹ്സുനു അല്ലേ ഷിഫാഉ സഖാബിലുണ്ട് അപ്പ ചൊല്ലെ സുബ്കി ഇമാം എപ്പ വന്നരെ അപ്പൊ ഇബ്നു തൈമിയ എപ്പ വന്നരെ ഇബ്നു അബ്ദുൽ വഹാബ് എപ്പ വന്നറോ അല്ലേ ഈ ചൊല്ല നജ്ദി എപ്പ വന്നറോ ഈ ചൊല്ല ആൾമാരെ എപ്പ വന്നറോ ഇതെല്ലാം നബി തങ്ങളെ കാലത്തിൽ പിന്നെ വന്നതല്ലേ അതിനാൽ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളത് നിങ്ങളെ ഈ ചീഞ്ഞിനാരി ആശയത്തെ വിളമ്പുമ്പോ നിങ്ങളെ മുന്നിലൂടെ ആലിമീങ്ങളുള്ളാറ് ഇൽമ പഠിച്ച മുതഅല്ലിമീങ്ങളുള്ളാറ് നിങ്ങൾ ചെന്നാറ് നിങ്ങളെ പവിത്ര സന്ദേശ ചൊല്ല ഒരു ബുക്കുലോ നിങ്ങൾ എഴുതി വെച്ചാറ് കിടാവ് പെത്തെങ്കിലും ബലത്തെ കാതിൽ ബാങ്ക് കൊടുക്കണോ ഇടത്തെ കാതിൽ എന്ത് കൊടുക്കണോ ഇഖാമത്ത് കൊടുക്കണോ അല്ലെ ഞങ്ങളെല്ലാരും പെത്തിട്ടാകുമ്പോ കൊടുത്തുറ ഇങ്ങ സലഫി അവിടെ എന്തെ കൊണ്ടുണ്ടാ ഇങ്ങ പെത്തിട്ടാകുമ്പോ ബാങ്ക് കൊടുക്കില്ല ഇങ്ങനെ പിറകത്ത് പെറമ്പൊത്തിക ഇബ്ലീസ് പിറകത്തെ സുബ്ഹാന മഞ്ചല്ലേ എന്തേ അവിടെ ഉമ്മ പെത്തത്ത് ചൊല്ലുമ്പോ അല്ലെങ്കിൽ പെഞ്ഞായി പെത്താല് ചൊല്ലുമ്പോ എന്ത് വലിയ ആലിമീങ്ങളിങ്ങളെ എത്ര വലിയ മൊയിലൊക്കന്മാർ എന്താ സൂറത്തുൽ ഫാത്തിഹയുടെ 156 അക്ഷര മഖ്റജ പോലെ ഉച്ചരിക്കുക തീരാത്തെ നിങ്ങമായി ഗൂഗിൾ മൗലവിയായിട്ട് ഉത്തര ചൊല്ലുക വേണ്ടോ അതുകൊണ്ട് ഞാൻ കേട്ടോണ്ടുള്ളത് ഇത്രയും വിഷയങ്ങളോ ഹാണ്ട് ബായി പലക്കടോ അല്ലെ സാധാരണ ബായി പല നിങ്ങൾ എന്താക്കണോ സാധാരണ ബായി പല നിങ്ങൾ എന്താക്കണോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇങ്ങനെ കൈ വയ്ക്കലോ സുന്നത്താണ് അല്ലേ ഇങ്ങ ചൊല്ലോ അത് നബി സമ്പ്രദായത്തിലില്ലേ പിന്നെ അൽഹംദുലില്ലാ എത്ര ബായി തുറക്കുക ആര് ചൊല്ലോ
പവിത്ര സന്ദേശത്തിൽ ഇങ്ങനെ മുഖവരയായിട്ടിക്കറോ നാ കേക്കട്ടെ ഏത് ഇസ്ലാമിട നിങ്ങൾക്ക് പഠിപ്പാട്ടിരോ ഏത് ഇമാമു നിങ്ങൾക്ക് പഠിപ്പാട്ടിരോ നീയത്തില്ലാത്ത നിസ്കാരം അത് ബാത്തില അല്ലേ നീയത്തില്ലാത്ത നിസ്കാരം ബാത്തില അല്ലേ നിങ്ങളെ ഇമാമാറ് ഒരു ഇമാമും വേണ്ട ജെമിനി ഗൂഗിളിന്റെ അപ്പൊ നാ കേട്ടോണ്ട് വന്നോ ഇത്രയും വിഷയങ്ങളാ നിങ്ങളെ കൊണ്ട് ചൊല്ലുക തുടങ്ങിയെങ്കിലാ ഈ ചൊല്ലുടെ 10 ഗಂಟೆ 10.5 ಗಂಟೆ അല്ല 10 വർഷക്കാല കൂടെ നിന്നിട്ട് നക്ക് ചൊല്ലത്ര നന്റെ കയ്യില് എവിഡൻസുകളുണ്ട് 10 വർഷം ചൊന്നെങ്കിലും തീരില്ലേ അത്രയും ചീഞ്ഞതായിട്ട് നാനിന്ന് കേക്കട്ട മരിച്ചു പോയാൽ അല്ലെ നണ്ടപ്പ മരിച്ചു അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അപ്പൊ മരിച്ചു പോയ ഒരാള് മർഹൂമുണ്ട് കൂട്ടകുത്തിറാണ്ട് എങ്ങടാ മർഹൂം യൂസുഫ് ഹാജി മരിച്ചിരു മർഹൂമുണ്ട് കൂട്ടകുത്തിറ മർഹൂമുണ്ട് കൂട്ടത് പവിത്ര ഖുർആനില് അല്ലെങ്കിൽ ഹദീസിൽ എന്ത് വന്നിട്ടില്ലേ അതുകൊണ്ട് കൂട്ടകുത്തിറോ എന്താ കാരണം മർഹൂമുണ്ട് ചൊന്നെങ്കില് റഹ്മത്ത് ചെയ്യപ്പെട്ട ആളുണ്ടല്ലേ സ്വർഗത്ത് കൊണ്ടുപോകില്ല ഈ കൗമിങ്ങ മനസ്സിലാക്ക് നന്റെ വാക്കല്ല ബംഗാറ് നാണ് ചൊല്ലിട്ട് 2010 മേ തിങ്കൾ 31 നട്ലോ നിങ്ങ അടിച്ചു വെച്ച പവിത്ര സന്ദേശ വേണ ഒറിജിനൽ കോപ്പി നന്റെ കയ്യിലുണ്ടാ എന്തിനെ മർഹൂമുണ്ട് ചൊല്ലുക മർഹൂമ് ചൊന്നെങ്കിറോട് റഹ്മത്താക്കപ്പെട്ടവണ് ചിലപ്പോ ഈ മരിച്ച മയ്യത്ത് നരകത്തിക്ക് പോയെങ്കിൽ റഹ്മത്താക്കപ്പെട്ടവണ് ചൊല്ലത് സരിയാ ക്യാമറ കൊണ്ട് കയ്യിൽ കൊടുക്കണം സ്വർഗത്ത് പോയിട്ട് നരകത്ത് പോയിട്ട് നോക്കൂ സ്വർഗത്ത് പോയെങ്കിൽ മർഹൂമുണ്ട് ചൊല്ലെ നരകത്ത് പോയെങ്കിൽ അങ്ങനെ ചൊല്ലുകില്ലേ എന്ത് ദീനിലപ്പ നിങ്ങളത് നക്കർത്താവില്ലേ ഏത് ദീന നിങ്ങക്ക് പഠിപ്പാട്ടിരോ നിങ്ങളെ ഈ മാമാറ് നിങ്ങളൊരു സിൽസില വായിച്ചിട്ട് തരുവാറ നിങ്ങക്ക് ഇങ്ങനത്തെ 100 കണക്കിൽ നിങ്ങക്ക് ചൊല്ലുകൊണ്ടോ നാളെ നന്റെ വിഷയത്തിന് പണ്ട ഇനിയും നക്കൊരു 2 ക്ലിപ്പിടുകൊണ്ട് 2 ക്ലിപ്പ് അങ്ങനെ വിഷയ ഇണ്ടും ഹയാത്തുള്ള ബാലുശ്ശേരി ചൊല്ലവരാളോ ആ ബാലുശ്ശേരി ചൊല്ലോ സൂറത്ത് യാസീൻ ബാലുശ്ശേരിക നിങ്ങ തർജിമാക്കിട്ട് കൊടുക്കൊരു മലയാളത്തിൽ നണ്ട നക്കിണിക്കട ഈ ഭാഷ ബാലുശ്ശേരി ചൊല്ലോ പവിത്ര സൂറത്ത് യാസീൻ ചൊല്ലത മരിച്ച മയ്യത്ത് ഓതകുത്തിറോണ്ട് അല്ല ചന്ദ്ര ലിന്ദ്ര മങ്കാന ബാലുശ്ശേരിയെ നിന്റെ ഹയാത്തില് ഈ സിറാജുദ്ദീന് മംഗളൂരിൽ വെച്ചിട്ട് കാത്തോണ്ടുള്ള ആയിഷുണ്ടല്ലേ വാ നിന്റെ യാസീനിൽ അല്ലാഹു അത് നിഷിദ്ധാണ്ട് പഠിപ്പാട്ടിട്ടുണ്ടെങ്കിലോ ആമന്ന വസല്ലമ നിന്റെ പിറകത്തെ നാ വന്നോണ്ടിരിക്കണേ മനസ്സിലായിത്താ നിന്റെ ഹയാത്തില് കാട്ടക സാധ്യയില്ല അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ ഒരാൾ മരിച്ചെങ്കിൽ സൂറത്ത് യാസീൻ ഓതോണുണ്ട് അല്ലേ ഇങ്ങ ചൊല്ലോ ഓതകു തീറാണ്ട് അല്ലാഹു ചൊന്നുറ അപ്പൊ നബി തങ്ങൾ നേരെ വിരുദ്ധ ചൊന്ത അല്ലെ എന്ത് വിഷയ നാണൊരു ക്ലിപ്പ് ഇടേ ക്ലിപ്പ് റെഡിയാടാ റെഡിയാടാ നമ്പർ 1 ഇടണം ഞാൻ ചൊല്ലെ ഇപ്പോ റെഡിയാക്ക് അപ്പോ ലിയുന്ദ്ര മൻകാന ഹയ്യാ ഹയാത്തുള്ള മക മാത്ര യാസീൻ ഓതകു ചന്ദ്രോ മരിച്ചകു ഓതകു ചന്നിട്ടില്ലേ നാണ് കേക്കട ബാലുശ്ശേരിയെ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് എടുത്ത് നോക്ക് ലിയുന്ദിറ എന്ന് പറഞ്ഞാൽ അത് ഓതാനുള്ളതാണ് എന്ന് ഏത് പരിഭാഷ അമാനി മൗലവി എന്ന് എടുത്തു നോക്ക് ആണല്ലേ വലിയ കോച്ചയും അമാനി മൗലവി മറുപടി നോക്കൂ അത് നിങ്ങളുടെ ചുണ്ടോ എന്ത് മുന്നിങ് അമ്മാന് കുർത്തുബി നരകത്തുക്ക് പിന്നെ തൊബരി ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു തൊബരി ഓക്കെ എന്തെങ്കിലും ഇസ്തിഗാസ ചൊല്ലുമ്പോ അയാളും അപ്പുറം പീസ് ഔട്ട് എല്ലാരും മുശ്രിക്ക് സ്വർഗത്തുക്കുള്ള 4 തൗഹീദാണ് ഈ ഒരു ബാലുശ്ശേരി അവിടെ പോകുമ്പോ ആരെ പോണിപ്പോ ബാലുശ്ശേരിയുടെ പിറകത്തിൽ ഒരാള് അല്ലേ നാണ് കേട്ടോണ്ടുള്ളേ ബാലുശ്ശേരി ക്ലിപ്പ് വന്നോ ബാലുശ്ശേരി യാസീൻ സൂറത്തില് അല്ലാഹു മരിച്ചവർക്ക് ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തെളിയിക്ക കേരളത്തിൽ വെച്ചിട്ട് തെളിയിച്ചാലും മതി അല്ലെങ്കിൽ ബാ ഉള്ളാളത്തിന്റെ മണ്ണിലേക്ക് ഫുർഖാനിസ് അസോസിയേഷൻ എന്നും റെഡിയാണ് കേരളത്തിന്റെ സർവ്വ മൗലവിമാരെയും ഞാനിതാ ക്ഷണിക്കുന്നുണ്ട് നമ്പർ 1 വെക്ക് ഓതാൻ പാടുള്ളോ ഇല്ലേ എന്നുള്ള വേറെ വിഷയം യാസീനിൽ തന്നെ അള്ള പറയുന്നത് അറിയോ ഇത് മരിച്ചേർത്തോതാനുള്ളതല്ലാതാ ഓതാൻ പാടുള്ളോ ഇല്ലേ എന്നുള്ള വേറെ വിഷയം യാസീനിൽ തന്നെ അള്ള പറയുന്നത് അറിയോ ഇത് മരിച്ചേർത്തോതാനുള്ളതല്ലാതാ യാസീൻ ഒരു മരുന്നിന്റെ ബോട്ടലിന് മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു ഇത് ക്യാൻസറിനുള്ളതല്ല എന്നിട്ട് ആ മരുന്ന് ക്യാൻസറിന് കൊടുത്താലോ അതുപോലെ യാസീൻ അള്ള പറയാ ഇത് മരിച്ചേർത്തോതാനുള്ളതല്ല യാസീനിൽ മുജാഹിദ് ബാലുശ്ശേരി വെറുതെ പറയല്ല മുജാഹിദ് ബാലുശ്ശേരി വെറുതെ പറയുകയല്ല പിന്നെ അല്ല പറഞ്ഞു ഒന്നും കൂടി വെച്ച് കേട്ടോ മരിച്ചേർ തോന്നുന്ന അധ്യായം ഓതാൻ പാടുള്ളോ ഇല്ലേ എന്നുള്ള വേറെ വിഷയം
യാസീനിൽ തന്നെ അള്ളാഹ് പറയുന്നത് അറിയോ? ഇത് മരിച്ചെടുത്തോതാനുള്ളതല്ലാതാ. ഒരു മരുന്നിന്റെ ബോട്ടലിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇത് ക്യാൻസറിനുള്ളത്. ഒരു മെഡിക്കൽ ചീട്ട് തണ്ട അതിന്റെ ഫസ്റ്റ് കൗണ് എഴുതിട്ടുള്ള ഇത് ക്യാൻസറുള്ളതല്ലാണ്ട് പിന്നെ അത് കൊടുത്തെങ്കിൽ ക്യാൻസർ സുമറാവിടാണ്ട് ഓണിಗೆ ಕ್ಯಾನ್ಸರ್ ಪರಿಶುದ್ಧ ഖുർആനിಗೆ ತಪ್ಪರ್ಥ ಬೇಕ್ರಿ ಲಿಯೊಂದಿರ ಚೊನ್ನೆಂಗಿಲ ಯಾಸೀನ್ ಓದುರೆ ಚೊನ್ನಟ್ಟು ಏದ ಡಿಕ್ಷನರಿ ಬೋನಿಕ್ ಅರ್ಥ ಚೊಂದ್ರು ಏದ ಡಿಕ್ಷನರಿ ಅಲ್ಲೇ വെച്ചുകൊടുക്ക കേക്കട്ട് സമൂഹം കേക്കട്ടോ ഇങ്ങനെ എഴുതി വെച്ചു, ഇത് ക്യാൻസറിനുള്ളതല്ല, എന്നിട്ട് ആ മരുന്ന് ക്യാൻസറിന് കൊടുത്താലോ? അതുപോലെ യാസീൻ എന്ന് പറയാതെ മരിച്ചാൽ തോടാനുള്ളതല്ല. യാസീനിൽ മുജാഹിദ് ബാദിശ്ശേരി വെറുതെ പറയല്ല, എന്താ അർത്ഥം അറിയോ? ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ്, സത്യനിഷേധികൾക്ക് താക്കീത് ചെയ്യാൻ. ആ യാസീൻ തന്നെ മരിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുണ്ട് അല്ല മറുപടി പറയിപ്പിച്ചു, സത്യനിഷേധികൾക്ക് ഇത് താക്കീതാണ് അല്ലേ. എന്നിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്ന ബാലുശ്ശേരി യാസീൻ സൂറത്ത് ഓതനം ഇഖ്റഉ അലാ മൗതാകും. സൂറത്ത് യാസീൻ മരിച്ചവരുടെ മുമ്പിലോ മരണമാസന്നമായവരുടെ മുമ്പിലോ പരിശുദ്ധ സൂറത്ത് യാസീൻ ഓതനം അല്ലേ. ഇതല്ലേ പവിത്ര ഇസ്ലാം? എത്ര ചന്തത്തെ ഇസ്ലാം അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്ന ഹദീസില് ഫഖൂലു ഖൈറാ ഖൈറായത് ഓതണോ. നന്റെ ഗ്രൂപ്പില് ജണ്ട് നാല് ചർച്ചയാക്കിട്ട് പോടിയവരു ലാട്ട് പോട്ടൊരു മൗലവിയുള്ള ഇമാം നവവി തങ്ങളെ പേരിൽ പച്ച കളവ് ചെന്നിട്ട് പോയ ആളായിട്ടിക്കറോ. ഇണ്ടുകും മച്ചങ്കാടി അഡ്രസ് കണ്ടിട്ടില്ലേ? എന്തേ നവ ഇമാമ് തങ്ങളെ ചന്ത് ഫഖൂലു ഖൈറാ, മരിച്ചവടെ നിങ്ങൾ ഖൈറായത് ഓതണം. നാണ് കേക്കടെ ലോകത്തിൽ ഖൈറായത് എന്ത് റബ്ബ? ഖുർആനായിട്ട് വലിയ ഖൈർ ലോകത്തിലുണ്ടാ? ഉണ്ടാ അല്ലേ? ഇതേ ബാലുശ്ശേരി ചൊല്ല മരിച്ച മയ്യത്ര മുത്ത നിങ്ങൾ എന്താക്കണം? മാതൃഭൂമി പേപ്പർ ഓതണോ. സമൂഹമേ ബുദ്ധിയില്ല നിങ്ങൾക്ക്, ആലോചന ആക്കറോ. ഇങ്ങനെ പിറകത്തെ പോയെങ്കിൽ നരകം ഉറപ്പാണ്. ഇങ്ങനെ പിറകത്തെ പോയെങ്കിൽ നരകം ഉറപ്പാണ്. വിഷയന്ത്രേ നേരെ ചൊല്ലോ, നേരക്ക് നേരെ അർത്ഥ വയ്ക്കറോ. മുഫസ്സിരീങ്ങളെ നോക്കില്ലേ, മുഹദ്ദിഥീങ്ങളെ നോക്കില്ലേ, ഇമാമിങ്ങളെ നോക്കില്ലേ. ഇന്ന് നോക്ക്, ഹദീസുകളെല്ലാം ലൈഫ് ആക്കടെ സ്വഭാവ. യന്ത്രമുണ്ടെങ്കിൽ ലൈഫ് അല്ലെ, യന്ത്രമുണ്ടെങ്കിൽ ലൈഫ് നോക്കണ്ട. അത് ലൈഫാണ്, അത് ലൈഫാണ്. ഒരു കാര്യം ചെന്നിട്ട് ഞാൻ ഇപ്പട്ടെ ഞങ്ങളെ ഉസ്താമാർക്ക് വേദി നാ പുട്ട് കൊടുത്തോണ്ടില്ല. എന്നാലും നാണെന്ന് ചൊല്ലോ ഹദീസ് യന്ത്രമുണ്ടെങ്കിലും ലൈഫ്. ഇവിടെ നോക്ക്, രണ്ടാമത്തെ ഒരു കാര്യം, മരിച്ചങ്ങ കേക്കിടാറോ ഇല്ലേ? ഞങ്ങളെ ചോദ്യം അതല്ലേ. ഞങ്ങ ഇപ്പൊ ഉള്ളാളത്തെ സയ്യിദ് ബദലി തങ്ങളെ മുട്ട പോയിട്ട് വന്നു. അൽഹംദുലില്ലാ ദുആറന്ന അൽഹംദുലില്ലാ അല്ലേ. ആരെങ്കിലും വിശ്വസിച്ചമ്മ ഇത് അല്ലാഹു ഉണ്ട്? വിശ്വസിച്ചാ ഇല്ല. ഞങ്ങൾ ഒരാൾക്കും ഉബൂദിയത്ത് അത് റബ്ബ് ചൊല്ല, അല്ലെങ്കിൽ അല്ലാഹു അതെ ഞങ്ങളെ റബ്ബ് ചൊല്ല വിശ്വാസം ഞങ്ങൾക്കില്ലേ. അള്ളാഹുടെ ഇഷ്ടദാസൻ. ഈ നിലക്ക് ഞങ്ങളുടെ പോയ ദുആർന്ന വന്ന ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ വന്നിട്ട് തിരിച്ചോണ്ട. ഇന് ആ മരിച്ചങ്ങ കേക്കടറിയില്ലേ? ഞങ്ങളെ ഉസ്താമാർ വിശദീകരിക്കുവാറ്. പിന്നെ മരിച്ചങ്ങ കേക്കില്ലേ? ആര് ചൊല്ലോ? ഇതേ ഇങ്ങൾ ആട്ടുപോട്ടുങ്ങ. എന്നിട്ട് ഇതേ ചങ്ങായി ചൊല്ലോ റക്കീബെ അതീതേട്ട് വിളിച്ചെങ്കില് ബിലി അല്ല കേക്കടാ, പിന്നെ പ്രാർത്ഥന അല്ല കേക്കില്ലേ. അർത്ഥാക്കണോ? കറക്റ്റ് അർത്ഥാക്കണോ? എന്റെ മോമിനിങ്ങ റക്കീബ് അതീതേ കാത് കേട്ടിട്ടില്ലേ? ആർക്ക്? റക്കീബ് അതീത് കാത് പൊട്ടി. ഇനി നോക്കും റക്കീബ് അതീത് കേട്ടു ഡിഫറെന്റ് നോക്കിയാ. രണ്ട് നീട്ടിയ ഒരു നീട്ടല് കൊണ്ട് കാത് പൊട്ടേ, ഒരു നീട്ടില്ലെങ്കിൽ കാത് നല്ല കേൾവി. എന്ത് പൊട്ടത്തരം ഇത് ചൊല്ലോ. ഫൈസൽ പോലോടെ ഒന്ന് വെച്ച് നോക്കോ. ക്ലിപ്പ് രണ്ട് അങ്ങങ്ങ മത്സരം, അങ്ങങ്ങ ചർച്ച നോക്കറോ നിങ്ങൾ കേക്കറോ. നിങ്ങളെ സമൂഹം ചീഞ്ഞു നാറിയ ആശയോ നാണ്. അതിനിടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്ന നോക്കറോ. മഞ്ചേശ്വരത്തിലൊരു മുക്കാമുക്കി സംവാദത്ത് പേരോട് ഉസ്താദ് മലവി സഖാഫിയും അള്ളാഹു അങ്ങനെ ആയുഷിൽ ബറക്കത്ത് കൊടുക്കട്ടോ. അവിടെ എല്ലാരും ഒട്ടിയുన్నారు. സക്കരിയ പീസ് ഔട്ട് ആയിട്ട് മരിച്ചിരു പൊട്ട്. ഇത് ഫൈസൽ മൗലവി എവിടെ ഇന്ന്, ഹനീഫ കായക്കൊടി ഇന്ന്. അതുപോലെ ഈ ചൊല്ലെ ആറ് എല്ലാ ആളുമാർ അവിടെ ഉള്ളാറ്. ഇണ്ട് ഒരാളില്ല, 8 ആൾ 8 ഭാഗത്ത് പോയിടാറ്. സർക്കിൾ അടിച്ചോണ്ട് 8 ഭാഗത്ത് പോയിടും. നീൻ കാഫിർ, നീൻ കാഫിർ, നീൻ കാഫിർ, നീൻ കാഫിർ. നക്ക് റൈറ്റ് നിക്ക് ലെഫ്റ്റ് എപ്പാ ഉണ്ട്. ആ ഫൈസൽ മൗലവി ആയിട്ടിലൂടെ ചൊല്ല നോക്കറോ. അതിനാണ് നമ്മളെ ബഹുമാനപ്പെട്ട കാന്തപുരം പറഞ്ഞത് തന്നെ. എല്ലാ വിളിയും ആകുന്ന വിളിയുണ്ട്,
ശിർക്കല്ലാത്ത വിളിയുണ്ട്. നിങ്ങളും പറയുന്നതാണ് ഇപ്പൊ നിങ്ങൾ നിങ്ങളോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അതില് സഹായ തേട്ടത്തില് ശിർക്കാകുന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അല്ല, അതല്ല പറഞ്ഞു. പക്ഷെ ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. ശരിക്കും കേക്കോ. ഇപ്പൊ പൊട്ടത്തറ 1ാം ക്ലാസ്സിലെ മക്കൾക്ക് പോലും ബുദ്ധിയുണ്ട്. നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇപ്പൊ അയാൾ വന്ന് ഉത്തരം ചൊല്ലു നോക്കോ, എതിർല് ഇപ്പൊ കേക്കിടും. അതല്ല പറഞ്ഞു. പക്ഷെ ഏതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നിങ്ങൾ അതിനാണ് ഈ ഉദാഹരണം തന്നെ മതി. ഉത്തര ഉദാഹരണം കൊടുക്കുക ഫൈസൽ മൗലയുടെ കയ്യില് ഒരു തെളിവുമില്ലേ. അയാള് കേൾക്കണെന്താ, വിളി കേൾക്കുന്നുണ്ടോ, പ്രാർത്ഥന കേൾക്കുന്നില്ല. ഒരു ഉദാഹരണം ചൊല്ലുണ്ട്. ഉദാഹരണം ഇതേമൈ എന്തിരെ പ്രാർത്ഥന കേൾക്കുന്നില്ല, വിളി കേൾക്കുന്നുണ്ട്. ഉദാഹരണം ഇതേമൈ നോക്കൂ, വരണ്ട നോക്ക്. ലാസ്റ്റ് അങ്ങങ്ങമേ എതിർല് ചൊല്ലു നോക്ക്. നമ്മുടെ വിളി കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കൂല. ഞാൻ പ്രാർത്ഥിച്ചു, കേൾക്കൂല. അവർ കേട്ടിട്ടില്ല. ഇല്ല, പ്രാർത്ഥന കേൾക്കൂല. ഇദ്ദേഹമാണ് ഈ വിഭാഗത്തിന്റെ വലിയ സൈദ്ധാന്തികൻ. അങ്ങങ്ങ് കാട്ടിക്കൊടുക്കോ. അങ്ങനെ ജാതികൾക്ക് ജിന്നൂരി, ഔണൂരി, ബൽബൂരി എന്തെല്ലാം ಊರೀസുണ്ടോ എല്ലാ ಊರೀസുക അങ്ങങ്ങളെ ചർച്ച എന്തിനുണ്ട്. ഇദ്ദേഹ വലിയ കോജ ആരിത് ಗೊತ್ತುಂಟಾ, കൽഞ്ഞകുറിലെ ഇതേ ജാഗಗೆ വന്നിട്ട് പല വിഷയങ്ങള് ദീനക അടിസ്ഥാന ഇല്ലാത്ത വിഷയങ്ങൾ ചർച്ചയാക്കി പോയാള്. ನಾನು കേട്ടോ, ഇങ്ങളെ പിറകത്തെ പോയെങ്കില് 6 ചൊന്നു ഇനി ആയത്തോದ್ರೆ ಇಂಥದೂം ലയസ്മൗദു ആക്കും, ಇಂಥದൂം ലയസ്മൗദു അങ്ങനെ ആയത്ത്. ഇന്ന് 1ാം ക്ലാസ്സിലെ ഈ സലഫിയുടെ മക്കളുടെ കേൾക്കറില്ല, മയച്ച കേക്കടാ ഇല്ല. എന്ത് ಇಂಥದൂം ലയസ്മൗദു ആക്കും. അപ്പൊ അയാൾ ചൊല്ലോ, അപ്പൊ എസ്രാളില്ലേ ഞങ്ങളെ ഉസ്താദ്, അയാൾ ചൊല്ല്, നിങ്ങളെ പോലത്തെ ആളുമാർ ഖിയാമത്ത് നാളില് പണ്ടാണ്ട് പഠിച്ചോണു ഗൊന്തുണ്ടു. അതുകൊണ്ട് അല്ല ചൊന്ന വലൗ സമീഉ മസ്തജാബു ലക്കും. ആര് ചൊല്ല അങ്ങങ്ങമേ ഫൈറ്റിംഗ്. ನಾನು കേക്കട്ടെ, ഏത് ഇസ്ലാമില് നിങ്ങൾ ഉള്ളോ. അതുകൊണ്ട് നിങ്ങളെ വിഷയത്തിലൂടെ ചർച്ചാക്കണമെങ്കിലോ നന്നുപ്പാട്ട് ചൊന്നത് പോലെ നിങ്ങളെ കാലി പവിത്ര സന്ദേശത്തെ പിടിച്ച് ചർച്ചാക്കണമെങ്കിൽ ഇതിന് നടുക്ക് ഒരു വിശേഷം നന്ദിപ്പാട്ടുണ്ടല്ലേ. ನಾನು ചൊന്നോണ്ടുള്ളേ, കേരളത്തില് ഷബാബ് വിചിന്തന ചൊല്ലുന്ന ഒരു പത്രം ഇറങ്ങി. അപ്പൊ ഒരു ഉമ്മ, ഏത് ഉമ്മ, ഉമ്മയുടെ പേര് കൊണ്ടുണ്ടാ ഉമ്മ കേക്കട്ടെ, ബൈക്കില് എന്തിനെ ഉമ്മ അബ്ദുള്ള വടകര ചൊല്ലുന്ന ഒരു പെണ്ണിങ്ങ. ഇത് കേരളത്തെ ഒരു മൗല വിടുത്ത് ഇത് ചൊന്നിട്ട് നന്ദിപ്പാട്ട നോക്കറോ. ഉമ്മ ചൊല്ലു, നണ്ടൗത്തിലോ മാപ്പിള അല്ലെങ്കിൽ ആരും ഇല്ലേ. ആ സമയത്തിൽ മാപ്പിളുടെ ഇലവണു മച്ചിന ചൊല്ലുടെ ഞങ്ങളെ ഭാഷയിൽ അല്ലെ, അല്ലെ മാപ്പിളുടെ മൂത്തോണു അതും ഒരു മച്ചിനമേ, അല്ലെങ്കിൽ മർമോണു പെങ്ങളെ മക്ക. ഇങ്ങളൊട്ടുക നക്ക് ബൈക്കില് യാത്ര ചെയ്യാമാണ്ട് എങ്ങനുണ്ട് അല്ലേ. മച്ചിനട്ടുകോ എലവണു മൂത്തോന്റെ കഥ അല്ല, മാപ്പിളുടെ എലവണു മൂത്തോണു അല്ലെങ്കിൽ മൂത്തോലെ മക്കൾട്ടുകോ ബൈക്കില് യാത്ര ചെയ്യാമാണ്ട് കേൾക്കുമ്പോ ഈ ചങ്ങായി ചൊല്ലുടെ, ഇസ്ലാമിക വിഷയത്തില് കൃത്യനിഷ്ഠമായിട്ട് അത്രയും യാത്ര ചെയ്യാ ചൊന്നിട്ടോ. പിന്നെ ചൊല്ലുടെ, നിഷ്ഠങ്ങളല്ലാത്ത രീതിയിൽ അത്രയും യാത്ര ചെയ്യുക തീറാ. പിന്നെ ചൊല്ലുടെ, നക്ക് ഈ വിഷയത്തിൽ വലിയ ഒരു വിജ്ഞാനം പഠിച്ചിട്ടില്ലേ, നാണായെങ്കിലും ഒന്ന് ചൊല്ലുടെ നോക്കൂ. പിന്നെ നോക്കൂ, സ്ത്രീ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അന്യപുരുഷനെ കൂടെ ഉദാഹരണം അന്യപുരുഷനക്ക് ഒരു ഉദാഹരണം, ഭർത്താവിന്റെ അനുജൻ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മെരിമകൻ, അപ്പൊ ഒരു ബ്രാക്കറ്റ് പെങ്ങള മകൻ ഇങ്ങളെ തോളുക ചേർന്ന് പിടിച്ചിട്ട് പോണുണ്ട്. എന്തൊരു ആസേ, ബൈക്കിൽ പോകേണ്ട മാത്രമൊന്നുമല്ല, അറക്കി പിടിച്ചിട്ട് പോണെന്നൊക്കെ. അങ്ങനെ ഇത്രയും അന്യപുരുഷന്മാരെ കൂടെ പോവാ കേൾക്കുമ്പോ ഇതൊക്കെ ഉത്തര ചൊല്ലുടെ നോക്കൊരു പുടവ മാസികയായിട്ടിക്കട് 2005 മേ തിങ്കളില് ഈ ചൊല്ലുടെ കൊലക്കൊമ്പന്മാരായ സലഫികൾ ഒട്ടികയിക്കുമ്പോ അങ്ങനെ കൂടെ വന്ന മാസികത്തിൽ അയാൾ ചൊല്ലുടെ, എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും ഉത്തരം നോക്കറോ ഇസ്ലാമിക മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലും ദീർഘമാവാത്ത യാത്രയാകണം. ബൈക്കിൽ പോകണമെങ്കിൽ ഓഫർ സലഫിയുടെ പെണ്ണിങ്ങ അന്യപുരുഷനെ കൂടെ പോവാ. ഒരു രാത്രി ഒരു പകലാവുക തീര. അപ്പൊ 24 ഗಂಟೆ വേണ്ട, 23 ഗಂಟೆ 59 മിനിറ്റും 59 സെക്കൻഡ് പോയിട്ട് പറ ആയിട്ടില്ല. ഇന്ന് നോക്കറ ചൊല്ലിട്ട് അങ്ങനെ യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ
തെളിവുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാം നിർദ്ദേശിച്ച വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർഭയം ഒതുങ്ങിക്കൊണ്ട് അന്യപുരുഷന്റെ കൂടെ അഥവാ ഭർത്താവ് എല്ലാം മന്തില് കൂടെ ബൈക്കിന്റെ പിന്നിൽ ഇരുന്നു യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല. അല്ലാഹു അക്ബർ. ആരും പിന്നെ തടസ്സ പറഞ്ഞില്ലേ അല്ലേ? ഇത് നിങ്ങളെ ഇസ്ലാം അന്യപുരുഷനെ കൂടെ ഒരു പെണ്ണുക 24 ಗಂಟೆ ചുത്തകുത്തിറ പിന്നെന്താക്കണോ 23 ಗಂಟೆത്തോളം ഓഫർ ജാവും പോലാ ഇല്ലെങ്കിൽ അപ്പൊ 24 ಗಂಟೆ അല്ലേ? ഒരു പെണ്ണുക ഹൈൽ എത്ര ഗಂಟೆ കേട്ടെങ്കിൽ 24 ಗಂಟೆയുണ്ട് ഒരു നാത്ത് ഒരു പോലും അല്ലേ? ആ തെളിവ് ഈ ലാട്ടുപോട്ട് സലഫികളെ വെച്ചിട്ട് ഏത് സ്വർഗത്തിലടാ നിങ്ങ പോണ്ടോ? അള്ളാഹു ഞങ്ങളെ കാക്കട്ടോ. ഇസ്തിഗാസമായുള്ള ചർച്ചകളോ അങ്ങനെ ഈ അനാചാരങ്ങളെ എടുത്തു ചൊല്ലെങ്കിൽ ആയിരക്കണക്കിൽ നാക്ക് ചൊല്ലുകൊണ്ടോ. അതിനാൽ ഞാൻ നിപ്പട്ടിയുണ്ടുള്ള ഇൻഷാ അല്ലാഹ് എല്ലാ രീതിയിലും ചോദ്യ ഉത്തരങ്ങൾ നിങ്ങൾ വേണമെന്ന രീതിയിൽ കേൾക്കറോ. അതൊക്കെ നല്ല സപ്പോർട്ടുകൾ ഞങ്ങളെ ഊർത്തെ സംഘ അതായത് ഫുർഖാനിസ് അസോസിയേഷൻ നിങ്ങൾക്ക് തന്നോണ്ടുണ്ട്. നല്ല ധൈര്യത്തിൽ വന്നിട്ട് കേൾക്കറോ. അള്ളാഹു ഞങ്ങളെ ഈ പ്രോഗ്രാം ഈ മജ്ലിസ് കബൂലാക്കട്ടോ. ആയിരക്കണക്കിന് ഞങ്ങളെ പ്രവർത്തകർക്ക് ഞങ്ങളുമായുള്ള ബന്ധപ്പെട്ട നക്കിണിക്ക് ഭാഷയിൽ കുറെ മലയാളികളുണ്ട് ഒന്നും കുന്താവില്ല. അതുകൊണ്ടായിട്ട് നക്കിണിക്കിൽ ഞങ്ങൾ ചൊന്നോണ്ടുള്ളൂ. നക്കിണിക്കാരായ എല്ലാവരും അർത്ഥാക്കറോ ഈ ചീഞ്ഞിനാരി ആശയം ഞങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്തായിട്ട് ഹക്ക് ആ ഹക്കായ ദീനിൽ ഞങ്ങൾ പോവാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ ഈ മജ്ലിസ് അള്ളാഹു കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.